എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, മിക്ക ആളുകളും ഉണ്ടാക്കി നോക്കുന്നത് തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ഇതിൽ ചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത്. ചട്ടിയിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി തന്നെ എടുക്കാനായിട്ട് നോക്കുക, അപ്പോഴാണ് നമുക്ക് നല്ലൊരു രുചി കിട്ടുന്നത്. അപ്പോൾ ചട്ടിയിൽ ഞാനിവിടെ ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൺ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മെൽറ്റ് ചെയ്യാത്ത നെയ്യാണ് കേട്ടോ. അപ്പോൾ മെൽറ്റ് ചെയ്ത നെയ്യാവുമ്പം ഇതിൽ കൂടുതലായിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു 1.25 ടീസ്പൂൺ അളവോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ഉരുകി വരണം. അപ്പോൾ ഞാനിവിടെ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചട്ടിയിലായതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉരുകി വന്നോളും. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് കറക്കി കൊടുക്കുക കേട്ടോ. നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് കറക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് നെയ്യ് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽമുളകൊന്ന് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കടുക് കരിഞ്ഞു പോകും. ഇനി ഞാനിതിലേക്ക് ഒരു വലിയൊരു സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, 2 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു 75% മാത്രം കുക്കായിട്ട് കിട്ടിയാൽ മതി. നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഇതുണ്ടാക്കുന്ന സമയത്ത് ചട്ടി തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അതേപോലെ തന്നെ നെയ്യ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. നെയ്യിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിത് ഈ ഒരു സവാളയുടെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മാത്രം നമുക്ക് വഴറ്റിയെടുക്കണം, അല്ലാതെ നന്നായിട്ടങ്ങ് ബ്രൗൺ കളർ ആവേണ്ട. ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചെറിയ തക്കാളിയായിരുന്നു, ചെറുതെന്ന് വെച്ചാൽ ചെറുനാരങ്ങയെക്കാളും ചെറിയ സൈസിലുള്ള തക്കാളിയായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് ഞാനൊരു 5 എണ്ണം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 3 തക്കാളിയെങ്കിലും എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് എല്ലാം കൂടെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് നടുക്കോട്ടാക്കി വെച്ചിട്ട് ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചേക്കുക. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. വഴറ്റി കൊടുത്തിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് സാധാരണ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇളക്കൊന്നും വേണ്ട, അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്കൊരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ടാവും, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കയ്യിലുള്ള തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. തക്കാളി നല്ലതുപോലെ ഉടയണം, അതുകൊണ്ട് തന്നെ നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ എടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള തവി വെച്ചിട്ട് ഇതേപോലെ ജ്യൂസ് പരുവത്തിലാക്കണം കേട്ടോ. തക്കാളി നല്ലതുപോലെ ഇതേപോലെ ഒന്ന് ജ്യൂസ് പോലെ ആയി വരണം. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ചോറ് നമുക്ക് ഏത് ചോറായാലും കുഴപ്പമില്ല. പൊന്നിയരിയുടെ ചോറായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പൊന്നിയരിയുടെ ചോറാണ് നിങ്ങളെടുക്കുകയെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് എടുക്കുന്ന ഏത് ചോറാണെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചട്ടിയിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് നല്ല രുചിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ തന്നെ ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. ചട്ടിയിൽ നെയ്യ് തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. കൂടാതെ നമ്മുടെ താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 1/2 മിനിറ്റ് നേരത്തേക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ചിട്ട് 1/2 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തിട്ട് തുറന്ന് നോക്കിയിട്ടാണിത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റെം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി തക്കാളി ചോറ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ചോറ് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമുക്ക് ചട്ടിയും നെയ്യും രണ്ടും മറക്കാതിരിക്കുക. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി ഇത് ഞാൻ ഇതേപോലെ തന്നെ ഈ ഒരു ചൂടോടുകൂടി തന്നെ വാഴയിലും കൂടെ പൊതിഞ്ഞിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഇരട്ടി രുചിയായിരുന്നു അത്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചെയ്തെടുക്കാൻ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, വാഴയിലയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.